ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബാത്റൂമിൻ്റെ, അതായത് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിലും നമ്മൾ ബാത്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെവൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് എത്ര ലെവൽ പൊങ്ങിയാണ് ബാത്റൂം വരുന്നത്, എത്ര ഇഞ്ച് താഴ്ത്തിയിടണം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ബാത്റൂം നിങ്ങൾ കണ്ടോ, സാധാരണ ലെവലിലും താഴ്ത്തിയാണ് ബാത്റൂം ഇട്ടിരിക്കുന്നത്. ഏകദേശം 8 ഇഞ്ചോളം താഴ്ത്തിയാണ് ബാത്റൂം ഇട്ടിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പൈപ്പ് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ്. ഈ ലെവലിലാണ് നമുക്ക് ഫ്ലോറിൽ, അതായത് റൂമിൽ ടൈൽ വരുന്നത് 2 ഇഞ്ച് പൊങ്ങിയിട്ട്, അതായത് ബെൽറ്റ് ലെവലാണ് ഈ കാണുന്നത്, റൂമിൻ്റെ ബെൽറ്റ് ലെവൽ. അത് ആ ലെവലിൽ നിന്ന് 2 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ ടൈൽ വരുന്നത്. അപ്പോൾ ആ ബെൽറ്റ് ലെവൽ തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അതായത് സ്പിരിറ്റ് ലെവലിൽ ഈ പറയുന്ന ലെവൽ കണ്ടോ, ഈ ബെൽറ്റിൻ്റെ ലെവൽ സെയിം ലെവൽ നമ്മളിവിടെ ബാത്റൂമിൻ്റെ ലെവലായിട്ട് മാർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ആ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ. അതിൽ നിന്നും ഒരടി, അതായത് ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ പ്ലംബിംഗ് ലൈൻ വെട്ടിക്കൊണ്ടുപോകേണ്ടത്. ആ ഒരു ചോക്ക് കൊണ്ടാണ് ഇത് കറക്റ്റ് ചെയ്ത് ആ ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷം, വാട്ടർ ലെവലിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മുടെ പ്ലംബിംഗ് ലൈനുകളെല്ലാം വെട്ടിക്കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതെല്ലാം ടൈലിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാം ടൈലിട്ട് പോയി ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് അറിയാൻ സാധിക്കും. അപ്പോൾ ഡ്രില്ല് കാര്യങ്ങളൊന്നും അടിച്ച് അതിൻ്റെ അകത്തേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞു. വാഷ് ബേസിൻ്റെ ഏരിയയിൽ വേസ്റ്റ് ലൈൻ നമ്മൾ ഫ്ലോർ ലെവലിൽ നിന്നും, അതായത് ഏറ്റവും ലെവലിൽ നിന്നും 23 ഇഞ്ചാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അതായത് നമുക്ക് അത് സെൻറ്റിമീറ്റർ കണക്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തെടുത്തു. 23 ഇഞ്ചാണ് അതിൻ്റെ ഈ പറയുന്ന വേസ്റ്റ് ലൈൻ വരുന്നത്. പിന്നെ നമ്മുടെ ഒരു വാൾ ഹാങ് ക്ലോസറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വാൾ ഹാങ് ക്ലോസറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബോൾട്ട് സെറ്റ് നമുക്ക് കൊടുക്കേണ്ടത് ഈ ഏരിയയിലായതുകൊണ്ട് അവിടെ നിന്ന് പൈപ്പ്, അതായത് വാട്ടർ ലൈനിൻ്റെ പൈപ്പ് നമ്മൾ മാറ്റി കൊണ്ടുപോയിരിക്കുന്നത് കാണുന്നത്. ഒന്നല്ലെങ്കിൽ താഴേക്കട കൊണ്ടുപോകാം, അതല്ലെങ്കിൽ നമുക്ക് നേരെ മുകളിലൂടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുകളിലൂടെയാണ് എടുത്തിരിക്കുന്നത്. അത് നേരെ വന്നതിന് ശേഷം പിന്നെ വരുന്ന വാട്ടർ ലൈൻ നമ്മളിവിടെ ഡൈവേർട്ടർ സിസ്റ്റത്തിലേക്ക് കയറ്റി കൊടുത്തിരിക്കുന്നു. അതിന് ശേഷം നേരെ പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെവൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഫ്ലോർ ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, വാട്ടർ ലെവൽ നമ്മൾ ഫ്ലോറിൽ നിന്നും 2 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ സാധാരണ റൂമിൻ്റെ ടൈലിംഗ് ഫിനിഷിങ് വരാറ്. അപ്പോൾ ആ 2 ഇഞ്ച് വരുന്നത് താഴ്ത്തി 2 ഇഞ്ച് ബാത്റൂമിൽ ഇടുന്ന സമയത്ത് നമ്മളിപ്പോൾ കാണുന്ന ലെവൽ എന്താണോ ആ ലെവലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ലെവൽ വരുന്നത്. പിന്നെ നമ്മളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത് CPVC ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മൾ ഹീറ്റർ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് മൊത്തം പച്ചവെള്ളത്തിലേക്ക് ചിലപ്പോൾ ചൂടുവെള്ളം മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡൈവേർട്ടർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വെള്ളം മിസ്സാവുന്ന സമയത്ത്, അതായത് ചൂടുവെള്ളം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ പച്ചവെള്ളം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ചൂടുവെള്ളം ഡൈവേർട്ടർ ആയതുകൊണ്ട് ലിങ്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ചൂടുവെള്ളം ലിങ്ക് ചെയ്ത് പച്ചവെള്ളത്തിൻ്റെ പൈപ്പിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈവേർട്ടർ കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ്, CPVCയുടെ പൈപ്പ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ചൂടുവെള്ളം പച്ചവെള്ളത്തിൻ്റെ സാധാ പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ പൈപ്പിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പൈപ്പുകളെല്ലാം ഉരുകി പോയി കഴിഞ്ഞാൽ പിന്നെ ടൈല് കാര്യങ്ങളെല്ലാം പൊട്ടിച്ച് ഭയങ്കരമായ നഷ്ടം സാധ്യത നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാധാ PVCയും CPVCയും തമ്മിൽ വലിയൊരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സേഫ്റ്റി ആയിട്ട് നമുക്ക് ബാത്റൂമുകളിൽ എന്നും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.